ഞാനെന്റെ ആത്മാവിനാഴത്തിനുള്ളിൽ വാലന്റൈൻസ് ഡേ ആയിട്ടെ നിവിൻ പോളിയുടെ പ്രേമം ഉണ്ടല്ലോ ഒന്നുകൂടെ കാണും. നിവിൻ പോളിയുടെ പ്രേമം കാണും. എങ്ങനെ ഇരിക്കണ്? ഏതോ ഒരു ചെറുക്കന്റെ പ്രേമം രണ്ടെണ്ണം കൂടെ കാണാതിരിക്കും. കഷ്ട. അപ്പോഴാ നിവിൻ പോളിക്ക് സ്വകാര്യത ഇല്ല. നമ്മള് വല്ലതും പറഞ്ഞ എല്ലാം കൂടെ എന്റെ നെഞ്ചി കയറി പൊങ്കാലയിടും. പിന്നെ ഈ നിവിൻ പോളിയുടെ പ്രേമം എന്ന് മാത്രം പറയാൻ പറ്റില്ല. നിവിൻ പോളിയുടെ പ്രേമം എന്ന് പറയുന്നത് അൽഫോൺസ് പുത്രന്റെയും പിന്നെ വിനയ് ഫോർട്ടിന്റെയും കൂടെ പ്രേമം. അങ്ങനെ പറഞ്ഞ സൗബിന്റെയും ഷറഫുദ്ദീന്റെയും സിജി വിൽസന്റെയും എല്ലാവരുടെയും പ്രേമമാണ് ആ പ്രേമം. കലികാലം ആദ്യം നിവിൻ പോളിയുടെ പ്രേമം എന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര എണ്ണായി ഷറഫ്, സിജു, സൗബിൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിവിൻ പോളിയുടെ പ്രേമം സൂപ്പർ ആയിരുന്നു കേട്ടാ. അതെന്തൊരു വർത്താനം? അപ്പൊ എന്റെ പ്രേമം മോശം? ഏയ് ഇങ്ങോട്ട് നോക്കിയാണ്. എന്റെയും സർലേരും പ്രേമമാണ് പ്രേമം. അതാണ് ഉറിഞ്ചിക്കിട്ടുന്ന വലിയ ഏണിയാണ് ആവശ്യമില്ലാതെ. പക്ഷെ ആ പ്രേമത്തിലെ അൽഫോൺസ് പുത്രന്റെ എഴുത്ത് ഭയങ്കരം തന്നെ കേട്ടോ. എന്റെ പ്രേമത്തിന് ഞാൻ ഒരുത്തന്റെ പുത്രനെ കൊണ്ട് ഒന്നും എഴുതിയിട്ടില്ല കേട്ടാ. നമ്മളെ പ്രേമം ഉണ്ടല്ലേ, നിങ്ങളെ പോലത്തെ ഉറിഞ്ചു കുത്തിയ പ്രേമമൊന്നും അല്ല. മോശമില്ലാത്ത ജോലി അവക്കും ഉണ്ടായിരുന്നു. എനിക്ക് നമ്മൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരാ. കാണാൻ ഒരു തെറ്റും. പിന്നെ എന്ത് പറ്റി? കല്യാണം കഴിച്ചില്ലേ? നമുക്ക് രണ്ടുപേർക്കും അസ്ഥിയിൽ പിടിച്ച പ്രേമമായിരുന്നു. പക്ഷേ നമ്മളെ രണ്ട് വീട്ടുകാർക്ക് ഇതിൽ ഇഷ്ടം. അതെന്തല്ല ജാതി മതത്തിന്റെ പ്രശ്നം വല്ലതും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാം വലിയ പുരോഗമന കുടുംബത്തിലുള്ള ഞാനും അവളും. എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, അവളെ ഭർത്താവിന് ഒട്ടും ഇഷ്ടം. അത് ഭയങ്കര കഷ്ടമായി പോരട്ടെ. അവളെ ഭർത്താവിന് എന്തായിരുന്നു പ്രശ്നം? അസൂയ. വഹിക്കുന്ന രണ്ട് യുവമിഥുനങ്ങൾ ഒരുമിക്കുന്നതില് അവന് വലിയ അസൂയ. ഇവിടെ ഇരുന്ന ശരിയാവില്ല. അപ്പൊ ചായ വല്ല കുടിക്കും. നമുക്ക് ആ പാള പൂനന്റെ കടയിൽ പോവാം. അവിടെ ചൂട് പഴക്കേക്ക് കിട്ടും.